ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബേസിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഒരു പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. സാധാരണ ക്വസ്റ്റ്യൻസ് PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മിക്കവാറും ഡിഗ്രി ലെവലിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ ഒരു സംഖ്യയിലും 5:7 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. 5:7 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഓക്കെ, 5:7 ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാനാണ് നമ്മളിത് പറയുന്നെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇതിന്റെ സംഖ്യയുടെ സ്ക്വയർ അങ്ങ് എടുത്ത് വെച്ചാൽ വേറെ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവയുടെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. 5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 25, 7ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 49. ആൻസർ ഇതാണ്. മനസ്സിലായോ? 5:7 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 25:49 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മള് ഉദാഹരണം ഒരു 12:13 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? 12:13 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 12ന്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി, 13ന്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. 12ന്റെ സ്ക്വയർ എത്ര? 144. 13ന്റെ സ്ക്വയർ എത്ര? 169. ആൻസർ 144:169 എന്ന് പറയുന്നതാണ് ഇവയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കുറിച്ച് ചോദിക്കും. നമ്മളിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തതായിട്ട് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിക്കും. ഉദാഹരണം കണ്ടു നോക്കിയേ. 81:36 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിക്കും. നേരത്തെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ചോദിക്കുന്നത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് അങ്ങ് എടുത്താൽ മതി. ഇവയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. മനസ്സിലായല്ലോ? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം പറഞ്ഞപ്പോൾ സ്ക്വയർ അല്ലേ എടുത്തേ? അതേപോലെ തന്നെ സബ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം പറഞ്ഞാൽ അവയുടെ സ്ക്വയർ റൂട്ട് അങ്ങ് എടുത്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 81ന്റെ സ്ക്വയർ റൂട്ട് എത്ര ആണോ? 9. 36ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 6. 9:6 എന്ന് കിട്ടും. എത്ര കിട്ടും? 9:6. ശ്രദ്ധിച്ചോണേ, ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണേ. നമ്മൾ നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞപ്പോൾ സ്ക്വയർ എടുത്തു. അതേപോലെ തന്നെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ അതായത് 81ന്റെ 36ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു. 9:6 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്. നിങ്ങൾ സാധാരണ വിചാരിക്കും ഇതിനെ വെട്ടി ചെറുതാക്കാമല്ലോ. കാര്യം 9നെ 6നെയും വെട്ടി ചെറുതാക്കാം. 9നെ 6നെ വെട്ടി ചെറുതാക്കും. 3 9 23 എത്ര? 3:2 എന്ന് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണുമ്പോൾ ഒരു കാരണവശാലും റേഷ്യോസിനെ വെട്ടി ചെറുതാക്കരുത്. ഓക്കെ ആണല്ലോ? ഏത് സ്ക്വയർ റൂട്ട് കിട്ടുന്ന സംഖ്യ ഏതാണോ അത് തന്നെ ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞു. അപ്പൊ 9:6 തന്നെ ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു കാരണവശാലും നമ്മൾ അതിനെ വെട്ടി ചെറുതാക്കരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു സംഖ്യയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്നത് പോലെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ നമ്മൾ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയെ നമുക്ക് ഹരിച്ച് ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യ ആണെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യരുത്. നമ്മൾ ഇതിന്റെ ആൻസർ 9:6 ആണ്. ഓക്കെ ആണല്ലോ? യെസ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മളിപ്പോ ചെയ്ത പോലെ. ഓക്കെ, ഇവിടെ ഒരു 49:100 ഉദാഹരണം. 49:100 ഇവയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് പറഞ്ഞത്. 49:100 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ നമ്മൾ എന്ത് ചെയ്താൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ എടുത്താൽ മതി? സ്ക്വയർ റൂട്ട് 49ന്റെ റൂട്ട് എത്ര? 7. 100ന്റെ റൂട്ട് എത്ര? 10. ആൻസർ 7:10 എന്നിട്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ 49:100ന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ അവയുടെ സ്ക്വയർ റൂട്ട് എങ്ങനെ എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? യെസ്. നമുക്കിനി അടുത്തൊരു മോഡലിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കുറിച്ചും പറഞ്ഞു, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കുറിച്ചും പറഞ്ഞു. ഇനി ഇതിനകത്തൊന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കുറിച്ച് നമ്മൾ ചോദിക്കും. നമ്മൾ എങ്ങനെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ? ഉദാഹരണം നോക്കാം. 3:5 ഇവയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ ചോദിക്കും. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറയുമ്പോൾ നമ്മൾ സ്ക്വയർ എടുത്തു, അല്ലയോ? അതേപോലെ തന്നെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ ഇതിന്റെ ക്യൂബ് എടുത്താൽ മതി. മനസ്സിലായല്ലോ? ക്യൂബ് എടുത്താൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ 3ന്റെ ക്യൂബ് ഈസ് ടു 5ന്റെ ക്യൂബ്. 3ന്റെ ക്യൂബ് എത്ര? 3 9 9 3 27. 5ന്റെ ക്യൂബ് എത്ര? 5 25 × 5 125. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ എടുക്കുന്നത് പോലെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ക്യൂബ് എടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ 3:5ന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 27:125 ആണ്.
ഓക്കെ ആണോ? നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഒരു 6:7. 6:7ന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? 6:7ന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ഓക്കെ, നമുക്ക് നോക്കാം. 6ന്റെ ക്യൂബ് ഈസ് 7ന്റെ ക്യൂബ്. ഓക്കെ, 6ന്റെ ക്യൂബ് എത്ര? 6ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216. 6 36 × 6 216. 7ന്റെ ക്യൂബ് എത്ര? 7 7 49 × 7 343. മനസ്സിലായല്ലോ? 343. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക. അപ്പൊ ഒരു സംഖ്യയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ സ്ക്വയർ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യൂബ് എടുത്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ എടുക്കുന്നത് പോലെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ക്യൂബ് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഒന്നും കൂടെ പറയാം. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കുറിച്ച് പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സംഖ്യയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെന്ന് പറഞ്ഞാൽ അവയുടെ സ്ക്വയർ എടുക്കണം. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇനി സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ വെട്ടി ചെറുതാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട? ചെറുതാക്കണ്ട, അത് തന്നെ ആയിരിക്കും ആൻസർ. ഇനി അടുത്തെന്ന് പറയുന്നത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ നമ്മൾ പറഞ്ഞത്. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂബ് എടുത്താൽ മതി. ആ സംഖ്യയുടെ ക്യൂബ്. മനസ്സിലായല്ലോ? അപ്പൊ എത്ര കിട്ടി? 6:7ന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ 216:343 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇതിനകത്ത് മറ്റൊരു ചോദ്യം ചോദിക്കാം. 64:27ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിക്കും. നേരത്തെ സബ് ഡ്യൂപ്ലിക്കേറ്റ് ചോദിച്ചതുപോലെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിക്കാം. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ മനസ്സിലാവുന്നുണ്ടല്ലോ? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറഞ്ഞതുപോലെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ നമുക്ക് ചോദിക്കാം. ഓക്കെ, 64:27ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നേരത്തെ നമ്മൾ എന്തോ ചെയ്തത്? സ്ക്വയർ റൂട്ട് അല്ലേ എടുത്തത്. അതേപോലെ തന്നെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവയുടെ ക്യൂബ് റൂട്ട് ഒക്കെ എടുത്താൽ മതി. ക്യൂബ് റൂട്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ക്യൂബ് റൂട്ട് എടുത്ത് അപ്പൊ നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 64 ക്യൂബ് റൂട്ട് ഓഫ് 27. 64ന്റെ ക്യൂബ് റൂട്ട് എത്ര? 4. 27ന്റെ ക്യൂബ് റൂട്ട് എത്ര? 3. ആൻസർ 4:3 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഒരു സംഖ്യയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെന്ന് പറയുമ്പോൾ സ്ക്വയർ എടുത്ത പോലെ സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട്. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ക്യൂബ് എടുക്കുന്ന പോലെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. 1:8ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? 1:8ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? ഓക്കെ ആണല്ലോ? ഈ 1:8ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ വേറെ കാര്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? നേരത്തെ അതുപോലെ ഇതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഇതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. 1ന്റെ ക്യൂബ് റൂട്ട് 1 തന്നെ. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. മനസ്സിലായല്ലേ? 1ന്റെ ക്യൂബ് റൂട്ട് 1 തന്നെ. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ ആണല്ലോ? 1 × 1 × 1 1 2 × 2 × 2 8 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2 ആണ്. നമ്മളപ്പോ ആ ഒരു ഇത്രയും ഭാഗം ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ സ്ക്വയർ, സബ് ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ ക്യൂബ്, സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ ക്യൂബ് റൂട്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മൾ ആ ഒരു ഭാഗം കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് മീൻ പ്രപ്പോർഷനെ കുറിച്ചാണ്. മീൻ പ്രപ്പോർഷൻ അല്ലെങ്കിൽ മാധ്യാനുപാതത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മീൻ പ്രപ്പോർഷൻ അല്ലെങ്കിൽ മാധ്യാനുപാതം. നമുക്ക് 2 സംഖ്യകൾ തരും. ഒന്നാമത്തെ സംഖ്യ നമുക്ക് എ എന്ന് എടുക്കാം. രണ്ടാമത്തെ സംഖ്യ ബി. 2 സംഖ്യകൾ തരും. എ ബി 2 സംഖ്യകൾ തരും. ഇവയുടെ മാധ്യാനുപാതം കാണാൻ, മാധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രപ്പോർഷൻ കാണാൻ നമ്മൾ പ്രത്യേകിച്ച് വേണ്ട ഈ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. മനസ്സിലായല്ലോ? ഈ 2 സംഖ്യകൾ ഗുണിക്കുക. എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ മതി. എ, ബി എന്നിവയുടെ മാധ്യാനം എയും ബിയും കൂടെ ഗുണിക്കുക. എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ മതി. എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് എ ഗുണം ബി എന്തുവാ? എ ബി. റൂട്ട് ഓഫ് എ ബി ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എ, ബി എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് തമ്മിൽ ഗുണിച്ചിട്ട് അതിന്റെ റൂട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കാം. എത്ര? എയും ബിയുടെ ഗുണിക്കുമ്പോൾ എ ബി. എ ബിയുടെ റൂട്ട് ഓഫ് എ ബി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് ഇതിന്റെ മാധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രപ്പോർഷൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാം. 2 സംഖ്യ 25, 4 ഈ 2 സംഖ്യകളുടെ മാധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രപ്പോർഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 25, 4 എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രപ്പോർഷൻ നമ്മൾ ചോദിച്ചാൽ
നമ്മൾ പ്രത്യേകിച്ച് വേണ്ട തമ്മിൽ ഗുണിക്കുക, റൂട്ട് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. നമ്മുടെ ഇക്വേഷൻ പ്രകാരം റൂട്ട് ഓഫ് എ ബി ആണല്ലോ. റൂട്ട് ഓഫ് എ ബി, റൂട്ട് ഓഫ് എ എന്ന് വെച്ചാൽ 25 ഇൻറ്റു 4. റൂട്ട് ഓഫ് 25 ഗുണം 4 എത്ര കിട്ടി? 100. 100ന്റെ റൂട്ട് എത്രയാണ്? 10 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. എ കോമ ബി എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? പിന്നെ 25 4 ഗുണിക്കുമ്പോൾ 100 കിട്ടും. 100ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 10 കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 12,3 ഈ സംഖ്യകളുടെ മാധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ചോദിക്കും. മാധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ ചോദിച്ചാൽ നമ്മൾ ഇവിടെ പ്രത്യേകം 12 3 ഗുണിക്കുക. റൂട്ട് ഓഫ് 12 ഇൻറ്റു 3 ഗുണിച്ചിട്ട് അവിടെ റൂട്ട് അങ്ങ് എടുക്കുക. 12 ഗുണം 3 എത്ര? 36. 36ന്റെ റൂട്ട് എത്രയാണോ? 6 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ 12,3 എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? 12 3 ഗുണിച്ചിട്ട് അവയുടെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു മോഡലിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ മാധ്യാനുപാതം അല്ലേ ചോദിച്ചത്, അതേപോലെ തന്നെ മൂന്നാം അനുപാതം ചോദിക്കും. തേർഡ് പ്രൊപ്പോർഷൻ. മനസ്സിലായല്ലോ? മീൻ പ്രൊപ്പോർഷൻ, തേർഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, മൂന്നാം അനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ വരെ ഓക്കെ ആണ്, ഇവിടെ വരെ ഓക്കെ ആണ്. യെസ്, നമുക്ക് നോക്കാം. രണ്ട് സംഖ്യകൾ തരും, എ ബി, രണ്ട് സംഖ്യ. മൂന്നാം അനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ബി സ്ക്വയർ ബൈ എ. രണ്ടാമത്തെ സംഖ്യയുടെ സ്ക്വയറിനെ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സംഖ്യ കൊണ്ട് നമ്മൾ അങ്ങ് ഹരിച്ചാൽ മതി. രണ്ടാമത്തെ സംഖ്യയുടെ സ്ക്വയറിനെ ആദ്യത്തെ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ബി സ്ക്വയർ ബൈ എ ആണ്. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. ഉദാഹരണം 2,8 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എത്ര? മൂന്നാം അനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ. 2,8 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ എത്ര? അപ്പൊ ഇവിടെ നോക്കിയാൽ ബി അല്ലേ 8. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രകാരം 8ന്റെ സ്ക്വയർ 8 ഗുണം 8 ബൈ എ എത്ര? 2 ഇല്ലയോ? 2 വെച്ച് ഹരിച്ചാൽ മതി. 8 ഗുണം 8 ഡിവൈഡഡ് ബൈ 2. നമുക്ക് വെട്ടാം. 1 2 2 4 2 8 4 32. 3 2 32. അപ്പൊ നോക്കിയാൽ 2,8 ഈ സംഖ്യകളുടെ മൂന്നാം അനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ബി സ്ക്വയർ ബൈ എ. അപ്പൊ എന്താണ്? ബി 8ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 5,30 എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം മൂന്നാം അനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ. മൂന്നാം അനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ നമ്മളോട് ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടാമത്തെ സംഖ്യ എത്ര? ബി അല്ലയോ? രണ്ടാമത്തെ സംഖ്യയുടെ സ്ക്വയർ എടുക്കുക. ബിയുടെ സ്ക്വയറിനെ എ കൊണ്ടങ്ങ് ഹരിക്കുക. ബിയുടെ സ്ക്വയറിനെ എ കൊണ്ട്. രണ്ടാമത്തെ സംഖ്യ 30 അല്ലയോ? 30ന്റെ സ്ക്വയർ 30 ഗുണം 30 ബൈ ഒന്നാമത്തെ സംഖ്യ എത്ര? എ അല്ലയോ? എ 5 അല്ലേ? 5 ഒരു 5 5 6 5 ആണ് 30. 1 5 5 6 5 30. 3 ഗുണം 6 18 180 ആയിരിക്കും ഇതിന്റെ മൂന്നാം അനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മീൻ പ്രൊപ്പോർഷൻ പറഞ്ഞു, മീൻ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മാധ്യാനുപാതം പറഞ്ഞു. മാധ്യാനുപാതം എന്ന് പറയുന്നത് എന്താണ്? രണ്ടും കൂടെ ഗുണിച്ചിട്ട് അവയുടെ റൂട്ട് എടുക്കുക. മൂന്നാം അനുപാതം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യയുടെ സ്ക്വയർ എടുത്തിട്ട് ആദ്യത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക. അതാണ് മൂന്നാം അനുപാതം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ. നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ. ഈ നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇവിടെ നാലാമത്തെ അനുപാതമാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചു, അടുത്ത മൂന്നാമത്തെ അനുപാതം കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 4 സംഖ്യ വരും. എ ബി സി ഡി. 4 സംഖ്യ വരും. എ ബി സി ഡി. ഈ ഡി നാലാമത്തെ തരം സംഖ്യയാണ് നമ്മുടെ നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ. ഡി എന്ന് പറയുന്നതാണ് നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ. ഓക്കെ ആണല്ലോ? എ കോമ ബി കോമ സി കോമ ഡി ഇവ അനുപാതത്തിലാന്ന് പറയും. ഇത് നാലാമത്തെ സംഖ്യ ഡി ആണ് നാലാം അനുപാതം. ഈ ഡി എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ രണ്ടാമത്തെ സംഖ്യയായ ബിയും മൂന്നാമത്തെ സംഖ്യയായ സിയും തമ്മിലും ഗുണിക്കണം. ബിയും സിയും തമ്മിലും ഗുണിക്കണം. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ സംഖ്യയായ ബിയും മൂന്നാമത്തെ സംഖ്യയായ സിയും തമ്മിൽ ഗുണിക്കണം. ഓക്കെ, എന്നതിന് ശേഷം ആദ്യത്തെ സംഖ്യയായ എ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ബി എന്താ? എ കോമ ബി കോമ സി കോമ ഡി ഇവ അനുപാതത്തിലായാൽ നമുക്ക് എന്താ? ഡി ആയ നാലാം അനുപാതം കണ്ടുപിടിക്കാൻ ബി
സിയും തമ്മിൽ ഗുണിക്കുക. രണ്ടാമത്തെ മൂന്നാമത്തെ സംഖ്യ തമ്മിൽ ഗുണിക്കുക. സംഖ്യകൾ തമ്മിൽ ഗുണിച്ചതിന് ശേഷം ആദ്യത്തെ സംഖ്യയായ എ കൊണ്ട് ഹരിക്കുക. എന്ന് വെച്ചാൽ ഡി ഈസിക്കൽ ടു ബി സി ബൈ എ ആണ്. ഡി ഈസിക്കൽ ടു ഡി എന്ന് പറയുന്നത് എന്താണ്? ബി സി ബൈ എ ആണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എ കോമ ബി കോമ സി കോമ ഡി ഇവ അനുപാതത്തിലായാൽ ഡി ഈസിക്കൽ ടു ബി സി ബൈ എ ആണ്. ഓക്കെ ആണല്ലോ. 5,8,20 ഇവയുടെ നാലാം അനുപാതം എത്ര? 5,8,20 ഇവയുടെ നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ എത്ര? നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഡി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? ബി സി എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ബി സി ബൈ എ ഇത്രയേ ഉള്ളൂ. ഇവിടെ ബി എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, 8 ഇൻറ്റു സി എന്ന് പറയുന്നത് 20 ആണ്. 8 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന 5 ആണ്. 5 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. മനസ്സിലായോ? 5,8,20 ഇവയുടെ നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 5, 8, 20. അപ്പൊ രണ്ടാമത് ബിയും സിയും തമ്മിൽ ഗുണിച്ചിട്ട് എ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നോക്കിയേ, 8ഉം 20ഉം തമ്മിൽ ഗുണിച്ചിട്ട് 5 കൊണ്ട് 1 5 5 4 5 20 4 32 ഇതാണ് ഇവയുടെ നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഈ പറയുന്നത്. എന്നുവെച്ചാൽ പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് A:B:C:D യും A:B:C:C യും A:B:C:C:D ഒക്കെ കണ്ടുപിടിക്കുന്ന വളരെ എളുപ്പത്തിൽ ഗായ് എന്ന് പറയുന്ന ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ പറഞ്ഞു, മീൻ പ്രൊപ്പോർഷൻ പറഞ്ഞു, തേർഡ് പ്രൊപ്പോർഷൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഫോർത്ത് പ്രൊപ്പോർഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫോർത്ത് പ്രൊപ്പോർഷനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. 3,7,15 3,7,15 ഇവയുടെ നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ എത്ര? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. എത്രയ്ക്ക്? 3, 7, 15. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് കണ്ട ബിയും സിയും കൂടെ ഗുണിച്ചിട്ട് എ കൊണ്ട് ഹരിച്ചാൽ മതി. ബി എന്ന് പറയുന്നത് 7, സി എന്ന് പറയുന്നത് 15. അതിനെ എ ആയ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 3 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായല്ലോ? 3,7,15. അപ്പൊ നമുക്ക് വെട്ടാം. 1 3 3 I 3 15 7 5 35. ഇവയുടെ നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? 35 ആണ്. അപ്പൊ 3,7,15 ഇവയുടെ നാലാം അനുപാതം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ മൂന്നാമത്തെ സംഖ്യയും തമ്മിൽ ഗുണിച്ചിട്ട് ആദ്യത്തെ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. ഇന്നിപ്പോ പറഞ്ഞ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസുകളും ട്രിക്കുകളുമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, അപ്പൊ നമുക്കിപ്പം റീസെന്റ് നടന്ന ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഇപ്പൊ ഇങ്ങനെ പറയും, ഒരു സംഖ്യയുടെ ഇത്ര ശതമാനവും മറ്റൊരു സംഖ്യയുടെ ഇത്ര ശതമാനവും തുല്യമായാൽ ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അത് കാര്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. പി എസ് സി പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം, ഒരു സംഖ്യയുടെ 15% മറ്റൊരു സംഖ്യയുടെ 35% തുല്യമായാൽ, ഒരു സംഖ്യയുടെ 15% മറ്റൊരു സംഖ്യയുടെ 35% തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു സംഖ്യയുടെ 15% മറ്റൊരു സംഖ്യയുടെ 35% തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മളിവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നോക്കിയാണ്ട് ഒരു സംഖ്യയുടെ 15%. അപ്പൊ നമുക്ക് എളുപ്പ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ രീതി നിങ്ങൾ ചെയ്യേണ്ട, ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഒന്നാം സംഖ്യ എക്സ് ആണ്. മനസ്സിലായല്ലോ? ഒന്നാം സംഖ്യ എക്സ്, എക്സിന്റെ 15%. രണ്ടാം സംഖ്യ y എടുക്കാം. y-യുടെ 35% തുല്യമാണെങ്കിൽ ഈക്വൽ ടു കൊടുക്കുക. അപ്പൊ എക്സിന്റെ 15% y-യുടെ 35% തുല്യമാണ്. അപ്പൊ ഈ y ഇപ്പുറത്ത് വരും. ഈ 15/100 തിരിച്ചപ്പുറത്ത് തിരിഞ്ഞു വീഴും. ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അത് ചെയ്തെടുക്കാൻ നിങ്ങളെ സമയമൊന്നും കളയണ്ട. വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്യാം. എങ്ങനെ ഇത് ഒറ്റ സ്റ്റെപ്പ് ചെയ്യും? കേട്ടോ, നോക്കിയോ. ഒരു സംഖ്യയുടെ 15% മറ്റൊരു സംഖ്യയുടെ 35% തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം കാണാൻ ഈ തന്നേക്ക് നിങ്ങൾ അങ്ങ് തിരിച്ചെഴുതിയാൽ മതി. എഴുതിയേക്കുന്ന തിരിച്ചെഴുതിയാൽ മതി. തിരിച്ചെഴുതുമ്പോൾ എത്ര കിട്ടി? 35:15. 35:15. ഓക്കെ, ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം. നമുക്ക് 5 വെച്ച് വെട്ടാം. 7 5 35, 3 5 15. ആൻസർ 7:3 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു സംഖ്യയുടെ 15% മറ്റൊരു സംഖ്യയുടെ 35% തുല്യമായാൽ
സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം കാണാൻ നിങ്ങൾ ഇതങ്ങ് തിരിച്ചെഴുതുമ്പോ എത്ര കിട്ടി 35:15 എന്ന് എഴുതും. 35:15 15 35 തിരിച്ചിടുമ്പോ 35:15 ഓക്കെ ആണല്ലോ. നമുക്ക് എത്ര കിട്ടുമോ 7:3 എന്ന് കിട്ടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് പ്രകാരം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സംഖ്യ എക്സ് എടുക്കാം. എക്സിന്റെ എത്ര 15%. രണ്ടാം സംഖ്യ y ആണ്. y-യുടെ 35% തുല്യമാണ്. ആണല്ലോ, തുല്യമാണ്. നമുക്ക് കണ്ടുപിടിക്കാം. എക്സും y ആണ് കണ്ടുപിടിക്കുക. ഒന്നാം സംഖ്യ എക്സ്, രണ്ടാം സംഖ്യ y ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കാം. ഈ y ഇവിടെ ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോ ഹരിക്കണം. അപ്പൊ x/y ഈക്വൽ ടു അപ്പുറത്ത് എന്താണ് 35/100 കിടപ്പുണ്ട്. 35/100 കിടപ്പുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ 15/100 അങ്ങ് സമത്തിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സമത്തിനപ്പുറത്തോട്ട് എങ്ങനെ കൊണ്ടുപോകും? സമത്തിന് ഇപ്പുറത്ത് സംഖ്യ ഹരിച്ചേക്കാണ്, അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം. ഗുണിച്ചേക്കാണെങ്കിൽ ഹരിക്കണം. വരയുടെ താഴെയാണല്ലോ 100 കിടക്കുന്നത്, അപ്പുറത്ത് പോകുമ്പോൾ മേളിൽ പോകും. വരയുടെ മേളിൽ പോകും. വരയുടെ മേളിലാണല്ലോ 15 കിടക്കുന്നത്, അത് ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ താഴെ വരും. എന്ന് വെച്ചാൽ ഈ y ഇവിടെ ഗുണിച്ചേക്കുന്നുണ്ട്, ഇപ്പുറത്ത് സമത്തിന് ഇപ്പുറം വന്ന് ഹരിച്ചു. ഈ 100 ഇവിടെ ഹരിച്ചേക്കോ, ഇത് സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ വരയുടെ മേളിൽ പോകും. വരയുടെ മേളിലാണ് 15 കിടക്കുന്നത്, ഗുണിച്ചേക്കോ ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. ഈ 100ഉം ഈ 100 ക്യാൻസൽ ആവും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 5 വെച്ച് വെട്ടാം. 3 5 15 5 അല്ല 7 5 35 7 5 35. അപ്പൊ എന്തുവാ x/y ഈക്വൽ ടു 7/3 എന്ന് കിട്ടും. x/y ഈക്വൽ ടു 7/3 എന്ന് കിട്ടും. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. a/b ഈക്വൽ ടു c/da. നമുക്ക് എങ്ങനെ എഴുതാം? a/b സമം c/d എന്ന് എഴുതാം. a/b ഈക്വൽ ടു c/d എന്ന് എഴുതാം. a/b സമം c/d. അപ്പൊ എന്തുവാ x/y നമുക്ക് എങ്ങനെ എഴുതാം? x/y ഈക്വൽ ടു 7/3 എങ്ങനെ എഴുതാം? 7/3 എന്ന് എഴുതാം. 7/3 7/3. അപ്പൊ എന്തുവാ ഇവിടെ സംഖ്യകൾ തമ്മിൽ അംശബന്ധം 7/3 എന്ന് കിട്ടിയില്ലയോ? അത് തന്നെയല്ലേ ഇതായി കിടക്കുന്നത് 7/3. ഇത്രയും സ്റ്റെപ്പ് ഒന്നും നിങ്ങൾ ചെയ്യണ്ട. രണ്ട് സംഖ്യകൾ തമ്മിൽ ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം മറ്റൊരു സംഖ്യയുടെ ഇത്ര ശതമാനവും തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതങ്ങ് തിരിച്ചെഴുതിയാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സംഖ്യയുടെ 6% മറ്റൊരു സംഖ്യയുടെ 12% തുല്യമായാൽ ഒന്നുണ്ടായിരുന്നു. ഒരു സംഖ്യയുടെ 6% മറ്റു സംഖ്യയുടെ 12% തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്ന് വെച്ചാൽ സംഖ്യകൾ തമ്മിലുള്ള ഒരു സംഖ്യയുടെ 6% മറ്റു സംഖ്യയുടെ 12% തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം കാണാൻ ഇത് നിങ്ങൾ തിരിച്ചെഴുതിയാൽ തിരിച്ചിടുമ്പോൾ 12 താഴെ ഇപ്പുറത്ത് വീണ് 6 അപ്പുറത്ത് പോകും. 12:6 12:6 വെട്ടിച്ചെറുതാക്കാം. നമുക്ക് വെട്ടുമ്പോൾ എത്ര കിട്ടി? ഈ 6 12 1 6 6. ആൻസർ എത്ര കിട്ടിയോ? 2:1 എന്ന് കിട്ടി. എത്ര കിട്ടിയോ? 2:1. ഇതങ്ങ് ചെയ്താൽ മതി. ഇതായിരിക്കും എന്റെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ കയറാൻ പറ്റും. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു സംഖ്യയുടെ 3/8 ഭാഗവും മറ്റൊരു സംഖ്യയുടെ 7/12 ഭാഗവും തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഒരു സംഖ്യയുടെ 3/8 ഭാഗവും മറ്റൊരു സംഖ്യയുടെ 7/12 ഭാഗവും തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു സംഖ്യയുടെ 3/8 ഭാഗവും മറ്റൊരു സംഖ്യയുടെ 7/12 ഭാഗവും തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ ഇവ തിരിച്ചങ്ങിട്ടാൽ മതി. നേരത്തെ ചെയ്തതുപോലെ തിരിച്ചിടുമ്പോൾ എത്ര കിട്ടി? 7/12 3/8 എന്ന് കിട്ടും. മനസ്സിലായ? 3/8 എന്ന് കിട്ടും. എന്നാൽ ഓക്കെ, അപ്പൊ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സംഖ്യയുടെ 3/8 ഭാഗവും മറ്റൊരു സംഖ്യയുടെ 7/12 ഭാഗവും തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ അങ്ങ് തിരിച്ചെഴുതിയാൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മൾ തിരിച്ചങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. തിരിച്ചിടുമ്പോൾ എന്താ? 7/12 എന്ന് കിട്ടും. 7/12 എന്ന് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആൻസർ ശരിയാണ്. ഈ ആൻസർ ശരിയാ, പക്ഷേ ഓപ്ഷനകത്ത് ഈ ആൻസർ കാണത്തില്ല. ഈ ആൻസർ ഒക്കെ ശരിയാ, പക്ഷെ ഓപ്ഷനകത്ത് ഈ ആൻസർ കാണത്തില്ല. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന് മറ്റൊരു കാര്യം കൂടെ പറയാം. ഇത് ഇങ്ങനെ വരുമ്പോ രണ്ട് സംഖ്യ, ഇത് ഒരെണ്ണം അങ്ങനെ രണ്ടെണ്ണം അല്ലേ ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഗുണിക്കണം, ഇനി ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ മതി. സാധാരണ ഈ 8ന്റെയും 12ന്റെയും LCM 12ന്റെ 8ന്റെ LCM കണ്ടിട്ട് ആ LCM വെച്ച് ഓരോ സംഖ്യയും ഗുണിച്ചാണ് ഇത് ചെയ്യുന്നത്. അത്രയും സമയം നമ്മൾ എടുക്കണ്ട. അത്രയും സമയം വീണ്ടും കുറച്ചുകൂടെ ടൈം പോകും. അതിനെക്കാട്ടി ഏറ്റവും എളുപ്പം ഇതിനെ ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഗുണിക്കാം. ഓക്കെ, 8 7 56
12 ഗുണം 3 36. മനസ്സിലായല്ലോ? 56:36 എന്നിട്ട് എത്ര കിട്ടി? 56:36. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 4 വെച്ച് വെട്ടി ചെറുതാക്കാം. 4 വെച്ച് വെട്ടുമ്പോൾ എത്ര കിട്ടി? ഒരു 4 4 4 16. ഓക്കെ, 9 4 36. മനസ്സിലായോ? 14:9 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്താണ്? ഒരു സംഖ്യയുടെ 3/8 ഭാഗവും മറ്റൊരു സംഖ്യയുടെ 7/12 ഭാഗവും തുല്യമായാൽ സംഖ്യകൾ തമ്മിൽ അംശബന്ധം കാണാൻ നമ്മൾ ഇത് തിരിച്ചെഴുതുക. ഇത് തിരിച്ചെഴുതിയിട്ട് ഇതിന് ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഗുണിക്കുക. ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 8 7 56, 3 ഗുണം 12 36. 56:36 എന്ന് കിട്ടും. ഈ 7/12:3/8 ഉത്തരം ശരിയാണ്. ഓപ്ഷനകത്ത് ഇതാ ഈ ആൻസറെ കാണത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇത് ക്രോസ് ചെയ്ത് ഗുണിക്കുക. ക്രോസ് ചെയ്ത് ഗുണിക്കുമ്പോൾ 56:36 കിട്ടും. രണ്ടിടത്ത് 4 വെച്ച് ഇതിനെ ഹരിക്കാം. 14 4 56, 9 4 36. ആൻസർ 14:9 എന്നുള്ള ഉത്തരം കിട്ടും. ക്ലിയർ ആവുന്നോടെ? ഓക്കെ, യെസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വളരെ നമ്മൾ എളുപ്പത്തിൽ റേഷ്യോന്റെ പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്കിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ആൻസർ കയറാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.